ഹായ് ഹോൾ, വെൽക്കം ടു ട്രൈ റൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൊമെന്റ് ഒന്ന് നോക്കാം. അതിനായിട്ട് നിയറസ്റ്റ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആദ്യം ഒന്ന് മാർക്ക് ചെയ്തിടാം. എന്നിട്ട് അതിനുശേഷം നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് എങ്ങനെയാണ് എന്നതിനുള്ള സാധ്യത ഒന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് നിയറസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കയറിപ്പോയ ഏരിയയാണ് നമ്മളിപ്പോൾ സപ്പോർട്ടായിട്ട് എടുക്കുന്നത്. ഇതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് നമ്മൾ വരയ്ക്കുന്നുണ്ട്. ഹൈനെ നമ്മൾ റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇംബാലൻസുകളുണ്ട്. മാർക്കറ്റ് ഇപ്പം നിൽക്കുന്ന ഒരു ഇംബാലൻസിലാണ്. ഇംബാലൻസിന്റെ പകുതിയോളം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് എൻട്രി സാധ്യതകളെ കുറിച്ചിട്ടൊന്ന് നോക്കാം. അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ന്യൂസോ മറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊന്ന് പരിശോധിച്ചതിന് ശേഷം ചാർട്ടിലേക്ക് തിരിച്ചു വരാം. ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് CB കൺസ്യൂമർ കോൺഫിഡൻസ് ആണ്. അത് ന്യൂസ് റിലീസാവുന്ന സമയം 7:30 PM ഇന്ത്യൻ സമയം 7:30 PM റിലീസ് ആവുന്നത്. യൂഷ്വലി വരുന്നൊരു എഫക്റ്റ് എന്ന് പറയുന്നത് കറൻസി സ്ട്രോങ് ആയാൽ ഗോൾഡ് വീക്ക് ആവും. അതിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്ന്. ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് കാണുന്നുള്ളൂ. നമ്മൾ ന്യൂസ് ടൈമിൽ എങ്ങനെ ട്രേഡ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, എല്ലാവരും പോയി അത് കാണണം. കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. ഇനി നമുക്ക് ചാർട്ടിലേക്ക് പോയിട്ട് ഇന്നത്തെ എൻട്രി സാധ്യതകളെ കുറിച്ചിട്ടൊന്ന് പരിശോധിക്കാം. മാർക്കറ്റ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരു സപ്പോർട്ട് നിന്ന് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിൽക്കുന്ന ഒരു ഏരിയ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ചെറിയ രീതിയിലൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. നമുക്ക് അത് ആ റെസിസ്റ്റൻസ് ഏരിയ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 4 ഹവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നോക്കാം. 4 ഹവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നേരത്തെ വരച്ച ഇംബാലൻസിനെ ഞാനൊന്ന് നീട്ടി വരയ്ക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണെന്ന് നോക്കിയാൽ കാണാം. ഒരു തവണ വന്ന് റെസിസ്റ്റൻസ് എടുത്തു, പിന്നെ വന്ന് ബ്രേക്ക് ചെയ്തു, വീണ്ടും അതിൽ സപ്പോർട്ട് എടുത്തു, വീണ്ടും അത് ബ്രേക്ക് ചെയ്തു, വീണ്ടും ആ ഏരിയയിലേക്ക് തന്നെ പോകുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് പോകുമ്പോൾ റിയാക്ഷൻ നമുക്ക് ഡെഫിനറ്റ്ലി കിട്ടേണ്ടതാണ്. ആ റിയാക്ഷൻ ആണ് ഇപ്പോൾ കാണുന്നത്. ക്യാൻഡിൽ ഒരു റിജക്ഷൻ എന്ന രീതിയിലേക്ക് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് 4 ഹവറിലാണ്. നമുക്ക് കുറച്ചും കൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി നോക്കിയിട്ട് എന്താണ്, ഇത് താഴോട്ടേക്ക് വരുമോ അതോ മുകളിലോട്ട് തന്നെ പോവോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. 1 ഹവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. 1 ഹവറിൽ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ അത് തന്നെയാണ്. അതിൽ കാര്യമായിട്ട് മാറ്റമൊന്നുമില്ല. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും കുറച്ചും കൂടി നീട്ടി വരയ്ക്കുകയാണ്. ഒരു സിങ്ങിനെ, ആ ഒരു സിങ് ഹൈനെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് വരയ്ക്കുകയാണ്. ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് താഴോട്ട് വന്നത്. താഴോട്ട് നല്ല രീതിയിലേക്ക് ഒരു സപ്ലൈ നടന്നത്. ആ സപ്ലൈയിലേക്ക് ഫസ്റ്റ് ടൈമിനാണ് റീടെസ്റ്റിന് പോകുന്നത്. അപ്പോൾ റീടെസ്റ്റിന് പോകുന്ന സമയത്ത് അവിടെ അത്യാവശ്യം ഒരു സ്ട്രോങ് ആയിട്ട് തന്നെ നിലനിൽക്കും. അപ്പോൾ അവിടെ നിന്നൊരു റിജക്ഷൻ കിട്ടും. ആ റിജക്ഷൻ കാലത്തും ഇന്നലെയായിട്ട് കാണിച്ച് തുടങ്ങുന്നുണ്ട്. പക്ഷെ വലിയ കാര്യമായിട്ടുള്ള റിജക്ഷൻ ആണെന്ന് പറയാനും ആയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രീവിയസ് സിങ് മുകളിലോട്ട് പോകുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്ത പ്രീവിയസ് സിങ്ങിന്റെ ഹൈയിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഹൈയിൽ നിന്ന് ചെറിയ രീതിയിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. 1 ഹവറിൽ അതാണ് കാണിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടി 50 മിനിറ്റ്സിലോട്ട് പോവാം. 60 മിനിറ്റ്സിലോട്ട് പോകുമ്പോൾ ഏരിയയിൽ നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട്. നമുക്കൊരു എൻട്രി എടുക്കാൻ പറ്റിയൊരു സമയമല്ല ആക്ച്വലി. എനിക്ക് തോന്നുന്നു ഒരു ഹൈ മുകളിലോട്ട് പോകുന്നെങ്കിൽ, അതായത് മുകളിലോട്ട് പോകണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വരണം. ഈ ഒരു ഏരിയയിലേക്ക് ഇറങ്ങി വരണം. ഈ ഏരിയയിലേക്ക് ഇറങ്ങി വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ സപ്പോർട്ടായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. നീട്ടി വരച്ച് കഴിഞ്ഞാൽ കാണാം ഇതൊരു സപ്പോർട്ടാണ്. 50 മിനിറ്റ്സിന് ഒരു ക്ലിയർ ആയിട്ടുള്ള സപ്പോർട്ടാണ്. അപ്പോൾ ഈ ഏരിയയിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞതിന് ശേഷമായിരിക്കും മാർക്കറ്റ് മിക്കവാറും പോവുക. അത് ഈ കൺസോളേഷൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താഴോട്ടേക്ക് കുറച്ച് ഇറങ്ങി വരും. ഇറങ്ങി വന്നതിന് ശേഷമായിരിക്കും മാർക്കറ്റ് മുകളിലോട്ട് കയറി പോവുക. അപ്പോൾ ഇന്നത്തെ ഒരു എൻട്രി എന്ന് പറയുന്നത്, ഞാൻ ഫസ്റ്റ് എൻട്രി ബൈ എൻട്രി നോക്കുന്ന ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് നോക്കിയിട്ട് ഈ നിൽക്കുന്ന
അതായത് നമ്മൾ ഇപ്പൊ നിൽക്കുന്ന ഏരിയയുടെ സ്വിങ് 4 ഹവറിൽ നമ്മൾ കണ്ട സ്വിങ് അതുപോലെ 1 ഹവറിൽ കണ്ട സ്വിങ് അവിടെ ഹൈയിലേക്കാണ് വെക്കുന്നത്. ഏകദേശം 210 പിപ്പോളം ടാർഗറ്റ് വെക്കുന്നുണ്ട്. ഇതാണ് 50 മിനിറ്റ്സിൽ കാണുന്നത്. ഇനി കുറച്ചും കൂടി ചെറിയ ടൈം ഫ്രെയിമിൽ പോയി കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞേക്കാം. ഇതിൻ്റെ ഒരു സെൽ എൻട്രി കൂടി നമുക്ക് നോക്കാം. സെൽ എൻട്രി നോക്കുന്ന സമയത്ത് കാര്യമായിട്ടുള്ള ഒരു കോൺഫിഡൻസോടുകൂടി സെൽ എൻട്രി കാണാൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട്. എടുത്ത ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നാണ് മുകളിലോട്ട് പോയത്. എന്നാൽ പോലും നമുക്ക് ഒന്ന് സെൽ എൻട്രിയുടെ ഒരു സാധ്യതയും കൂടി നോക്കാം. ഇപ്പോൾ വരച്ചിരിക്കുന്ന എൻട്രി ഏരിയ, അതായത് ഇപ്പോൾ വരച്ചിരിക്കുന്ന എൻട്രി ഏരിയയുടെ ലോ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റിന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സെൽ എൻട്രി പ്രതീക്ഷിക്കാം. പക്ഷെ അതും വലിയ രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം മാർക്കറ്റ് ഇറങ്ങി വരുന്ന ഏരിയ എന്ന് പറയുന്നത് നല്ല കൺസോൾട്ടേഷൻ നടന്ന ഏരിയയാണ് നോക്കിയാൽ കാണാം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയധികം സമയം കൺസോൾട്ടേഷൻ നടന്ന ഏരിയയാണ്. അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഏത് നിമിഷവും മുകളിലോട്ട് പോവാം. അപ്പോൾ അതുകൊണ്ടാണ് സെൽ എൻട്രി വല്ലാതെ പുഷ് ചെയ്യാത്തത്. എന്നാൽ പോലും ഒരു സാധ്യത നമുക്ക് എപ്പോഴും പരിശോധിക്കേണ്ടതുണ്ട്. ആ സാധ്യത എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് എടുത്ത് മുകളിൽ നിന്ന് താഴോട്ടേക്കാണ് സെൽ എൻട്രി കാണുന്നത്. ഇന്നത്തെ മാർക്കറ്റ് വ്യൂ മുകളിലോട്ട് തന്നെയാണ്. എങ്കിൽ പോലും ഈ പറഞ്ഞ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ ലൈവ് മാർക്കറ്റിൽ ഇരുന്നിട്ട് മാത്രമേ നമുക്ക് ഇതിൻ്റെ കൺഫർമേഷൻ തരാൻ പറ്റുള്ളൂ. എല്ലാവരും ലൈവ് മാർക്കറ്റ് അപ്ഡേറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ലൈവ് മാർക്കറ്റിൽ ഇരിക്കുന്ന സമയത്തായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ലൈവ് മാർക്കറ്റ് അനാലിസിസിലായിരിക്കും അത് പറയുക. അനാലിസിസ് ബേസ് ചെയ്ത് നമ്മൾ ഗ്രൂപ്പിൽ സിഗ്നലും മറ്റു കാര്യങ്ങളെല്ലാം വിടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ കൂടെ ചേർന്ന് പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഫോറക്സിനെ കുറിച്ച് ഫ്രീ ആയിട്ട് അറിയാനും ഫോറക്സിനെ കുറിച്ച് ട്രേഡ് ചെയ്യാനും ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് നമ്മളോടൊപ്പം ചേരാം.